വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ സഹോദരന്മാരെ, ബോബി സാറ് പറഞ്ഞു ഞാൻ വേദിയിലിരിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യുകയില്ലെന്ന്. അതെൻ്റെ അറിവ് കുറവ് കൊണ്ടാട്ടോ. ഞാനൊരു പ്രസംഗകയൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത്. പക്ഷെ ഇപ്പം ഇവിടെ നിന്ന് നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്നാൽ അതേസമയം തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പം ആ സന്തോഷത്തിന് ഒരു ശോഭകുറവും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഈ സിക്വ എന്ന് പറഞ്ഞ സംഘടനയിൽ തന്നെയാണേലും അതിലൊരു വളരെ ചെറിയ ശതമാനം ആൾക്കാരെ ഇന്നിവിടെ വന്നിട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർ തന്നെ പലരും ഇവിടെ വരാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് സാധിക്കാത്തവർ കാണാം, ഇല്ലേ? കാണാം. ഞാനിപ്പം സർവീസിൽ കയറിയിട്ട് 19 വർഷമാവുന്നു. അതില് ഇപ്പൊ ഞാൻ പാലിയേറ്റീവിൽ വന്നിട്ട് ഒരു 1.5 വർഷം ആവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും നാളും സർവീസ് ചെയ്തില്ലെന്നല്ല, പക്ഷെ ഈ പാലിയേറ്റീവിന്റെ ചാർജ് എടുത്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്ന ആ സർവീസിന്, അല്ലെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നല് വരാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എല്ലാവരും അർഹതപ്പെട്ടവരാണ്, ഞങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാവരും രോഗികളാണ്, എല്ലാവർക്കും സേവനം ആവശ്യമുള്ളവരാണ്. പക്ഷെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരെ നിങ്ങളുടെ അടുത്തോട്ട് വന്ന് കണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അറിഞ്ഞ്, അതായത് നിങ്ങൾ ഞങ്ങളുടെ അടുത്തോട്ട് വരികയല്ല, പാലിയേറ്റീവിനെ സംബന്ധിച്ച് രോഗികൾ ഞങ്ങളുടെ അടുത്തോട്ട് വരികയല്ല ചെയ്യുന്നത്, ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരിക ചെയ്യുന്നത്. അപ്പം ആശുപത്രിയിലെ തിരക്കുകളില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് വരികയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ഉണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേൾക്കാൻ പറ്റും. ഇപ്പം ഞാൻ കൂടുതൽ കാലം വർക്ക് ചെയ്ത് ജനറൽ ഹോസ്പിറ്റലിലാണ്, അവിടുത്തെ കാഷ്വാലിറ്റിയിലെ അവസ്ഥയിൽ. കാഷ്വാലിറ്റിയിലെ അവസ്ഥ നിങ്ങൾക്കറിയാം. നമ്മൾ ഒരാളെ കാണുന്നു, ഇഞ്ചക്ഷൻ എഴുതിയ ചീട്ട് നോക്കുന്നു, കൊടുക്കുന്നു, അവരെ മാറ്റി വിടുന്നു, അടുത്തയാളെ വിളിക്കുന്നു. അത്ര മാത്രമേ നമുക്ക് സമയം കിട്ടാറുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അനുഭവമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ഇവിടെ വന്നതിലും കൂടുതൽ ആൾക്കാർ വീട്ടിൽ, അതായത് നമുക്കറിയാം ഇന്നലെ വരെ ഓടി നടന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ആ 4 ചുവരുകൾക്കുള്ളിലായി പോകുന്ന ആ ഒരു അവസ്ഥ, അത് ഇപ്പം സാറ് പറഞ്ഞതുപോലെ അത് അവരുടെ മാത്രം പ്രശ്നമാണ്, എനിക്കതൊരിക്കലും വരില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആർക്കുണ്ടെങ്കിലും അത് തെറ്റാണ്. നാളെ എനിക്ക് എന്താണ്, അല്ലെങ്കിൽ അടുത്ത നിമിഷം എനിക്ക് എന്താണെന്ന് നമുക്ക് അറിയില്ല, അല്ലെ? അതിനൊരു ഉദാഹരണമായിട്ടാണ് കോവിഡ് നമ്മളെ ഒരു 2 വർഷം പിടിച്ചു കെട്ടിയിട്ടു. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അന്ന് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ആരുമില്ലാതെ എല്ലാവരും വീടിനകത്ത് അടച്ചിരുന്നു, അല്ലേ? ആർക്കെങ്കിലും വെളിയിൽ ഇറങ്ങാൻ പറ്റിയോ? നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സൗകര്യങ്ങളുണ്ട്, ഒക്കെ പറഞ്ഞാലും ആ 2 വർഷം നമ്മൾ വീടിനകത്ത് പെട്ടു. നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റില്ല. എന്തിനിറങ്ങിയാലും പോലീസ് ചോദ്യം ചെയ്യും, എവിടെ പോകുന്നു, അകത്ത് കയറ്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ എത്തിച്ചു തരാം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലൂടെ നമ്മളെ കടത്തിവിട്ടു. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പാഠമായിരുന്നു, അല്ലേ? എനിക്ക് കഴിവുണ്ട്, എനിക്ക് ജോലിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഞാൻ എന്തും ചെയ്യും. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയോ പേര് നമ്മളെ വിട്ടുപോയി, അല്ലേ? ആർക്കെങ്കിലും ആ മരിച്ചതിന് ശേഷം എത്രയോ ആൾക്കാരുടെ ആ ശരീരം ഒന്നും ഒരു നോക്ക് ബന്ധുക്കൾ കാണാതെ എത്രയോ പേരെ കൊണ്ട് അടക്കം ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ ആ മരണ സമയത്ത് അവരുടെ കൂടെ ഇല്ലായിരുന്നു, മരിച്ചു കഴിഞ്ഞ് നമ്മൾ അവരെ കണ്ടില്ല, മരിച്ചു എന്നൊരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് എല്ലാവർക്കും കിട്ടിയുള്ളൂ, ഇല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മളെ കാലം കടത്തി വിട്ടില്ലേ? എന്നിട്ടും നമ്മൾ പാഠം പഠിക്കാത്തവരാണ്, അല്ലേ? അപ്പം ഇന്ന് ഈ വീൽ ചെയറിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ നാളെ ആർക്ക് വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും സർവൈവേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവരും അതിനെ അതിജീവിക്കുന്നവരാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് വന്നവരാണ്, അല്ലേ? അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയാം, നമുക്കൊരു കാലുവേദന വന്നു, കൈവേദന വന്നു, എനിക്ക് വയ്യ, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരെ മാറിയിരിക്കുന്നവരുടെ മുമ്പില് നിങ്ങൾ ഹീറോസ് ആണ്. സാർ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഹീറോസ് ആണ്, ഹീറോയിൻസ് ആണ്. ഈ പറയുന്ന ഞാനും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും നമിക്കേണ്ടവരാണ് നിങ്ങൾ എല്ലാവരും. അതായത് ഡിസബിലിറ്റി,
അല്ലെങ്കിൽ ഭിന്നശേഷിത്വം, അത് ഞങ്ങളെ സംബന്ധിച്ച് ബോബി സാർ പറഞ്ഞു, അത് നമുക്ക് എന്താ പറയാ തരണം ചെയ്ത് മുമ്പോട്ട് വരാൻ നമുക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു കരുത്തായിട്ട് നമ്മൾ അതിനെ കാണുവാണ് അല്ലേ. നിങ്ങളെല്ലാവരും അതിന് ഉദാഹരണങ്ങളാണ്. പക്ഷെ നമുക്കറിയാം ഇതെല്ലാം പറയുമ്പോഴും ഒരു ഭിന്നശേഷിയുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം ആ വീട്ടിലെ എല്ലാവരെയും എല്ലാവരും അവരെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരായിരിക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കത്തില്ല. അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കറിയാം ഓഫീസുകളെല്ലാം ഭിന്നശേഷി സൗഹൃദമാകണം, അല്ലെങ്കിൽ സ്ഥാപനങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് നിയമം തന്നെ ഉണ്ട്, ഇല്ല ഗോപി സാറേ? നിയമം തന്നെ ഉണ്ട്. പക്ഷെങ്കില് എത്ര ശതമാനം സ്ഥാപനങ്ങൾ ഇന്നും ഭിന്നശേഷിക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതാണ്. ഒന്നും വേണ്ട, ഞങ്ങളുടെ പല ഒപികളിലും നിങ്ങൾക്ക് എത്താൻ പറ്റും. ഗവൺമെന്റ് ആശുപത്രിയിലെ പല ഒപികളിലും നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഒപികൾ ഇന്നും ഉണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമല്ലേ അത്? അതുപോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ സിസ്റ്റത്തിന്റെ പല കുറവുകളൊക്കെ കാണുമായിരിക്കാം. അതുപോലെ തന്നെ പല പരിമിതികളും ഉണ്ട്. ഇപ്പം ഗോപി സാറും ഞാനും ഒക്കെ പങ്കെടുത്ത ഒരു മീറ്റിംഗില് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട്, ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ഗോപി സാറ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പൊതുവായ കുറേ പ്രശ്നങ്ങൾ അന്ന് പ്രസിഡന്റിനോട് പറഞ്ഞു. പ്രസിഡന്റ് മാനസികമായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്, പുള്ളിക്കാരി അതിനെല്ലാം അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോഴും പറഞ്ഞത് സാമ്പത്തികം എന്ന പ്രതിബന്ധമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു പോകാനും ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഞാൻ. പക്ഷെ എന്നാലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിൽ ഒരു 10% കാര്യങ്ങൾ പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുവാണ്. കാരണം ഇപ്പൊ ഗവൺമെന്റ് സെറ്റപ്പിലാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പല പല കൈകളിൽ കൂടെ കടന്നു വേണം അതൊന്ന് സാങ്ഷനായി വരാൻ. അപ്പൊ അങ്ങനെയുള്ള പല പ്രതിസന്ധികളും ഒക്കെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തരാം. പക്ഷെ എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വളരെ ചെറിയ ശതമാനം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം എത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആരോടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ആവശ്യപ്പെടുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഞങ്ങൾക്ക് ഇന്ന പോലെ അർഹതപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ കയ്യിൽ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് ആരോട് പറയുന്നതിനും ഞങ്ങൾക്ക് യാതൊരു മടി. ഇപ്പോൾ റോട്ടറി ക്ലബിന്റെ സാറോട് ഇരിപ്പുണ്ട്. ഞങ്ങളുടെ റോട്ടറി ക്ലബിന്റെ ആൾക്കാരെ ഞങ്ങളുടെ പല പ്രോഗ്രാമിലും പങ്കെടുപ്പിക്കാറുണ്ട്. അവർ കുറെ ഡൊണേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് തരാറുണ്ട്. ഇപ്പൊ ഈ ഓണ പരിപാടിയിൽ രോഗി സംഘം ഉണ്ടായിരുന്നു, അതിനും ഇവർ സഹകരിച്ചിട്ടുണ്ട്. കോട്ടയം ഈസ്റ്റ് ആണ് ഞങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടെ എല്ലാവരും സഹകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാണ്, നിങ്ങളെല്ലാവരും സർവൈവേഴ്സ് ആണ്. അതുപോലെ നിങ്ങളുടെ മെമ്പേഴ്സിനെ എല്ലാവരെയും ഒന്ന് മുഖ്യധാരയിലേക്ക് എത്തിക്കാനായിട്ട് സമൂഹത്തിന്റെ എല്ലാ സപ്പോർട്ടും ആവശ്യമാണ്. അതിൽ എന്നെ കൊണ്ട്, ഈ എളിയ ആളായ എന്നെ കൊണ്ട് എന്തെങ്കിലും ആവുമെങ്കിൽ ഞാനത് ചെയ്യുമെന്നും ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.